ഹലോ, ഇതെല്ലാവരും കൂടെ ഇത് എങ്ങോട്ടായി ഓടിപ്പോകുന്നത്? ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് നമുക്ക് അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയാലോ. നല്ല സൂപ്പർ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബാക്കി വന്ന ചോറൊന്നുമല്ല, അല്ലാതെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പോളം ചോറാണ്. നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതാണോ നിങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന പാത്രം, ആ ഒരു പാത്രം നിങ്ങൾ കയ്യിൽ വെച്ചേക്കണം. കാരണം ഓരോന്നിനും കൃത്യമായ അളവുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇട്ട പൊടി എന്ന് പറയുന്നത് മൈദയാണ്. ഇപ്പോൾ 1 ഗ്ലാസ് മൈദയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ 1 ഗ്ലാസ് മൈദയിൽ അതേപോലെ തന്നെ അത്രയും ഗ്ലാസ് ചോറും നമ്മൾ എടുക്കണം. അത് എന്നിട്ട് ഒരു മിക്സിയുടെ നമ്മുടെ അപ്പമൊക്കെ അരയ്ക്കുന്ന ജാറുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതൊന്ന് അരച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇതേപോലെ ആയി കിട്ടും. നല്ലതുപോലെ അരഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടും. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് മൈദാപ്പൊടിയും അതുപോലെ തന്നെ 2 കപ്പ് ചോറുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പോൾ അത്രയും തന്നെ ആവശ്യം മതി. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, യാതൊരുവിധ എണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. ഇതേപോലെ നമുക്ക് എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇതേപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ, നമുക്ക് ചപ്പാത്തി അല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മൾ ബറോട്ടയ്ക്ക് അല്ലേ ഉണ്ടാക്കുന്നത്. കയ്യിലൊന്നും ഒട്ടിയൊന്നും വരത്തില്ല കേട്ടോ. സാധാരണ വെള്ളമൊക്കെ കുഴച്ച് എല്ലാം വരുമ്പോൾ മൈദയാകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടി വരും. ഇത് അങ്ങനെ ഒന്നും വരത്തില്ല. ഒരു തുള്ളി പോലും നിങ്ങൾ വെള്ളം ചേർക്കരുത്. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് പാം ഓയിലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുത്തത്. പാം ഓയിൽ തേച്ച് ഒന്നും കൂടെ നല്ലതുപോലെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഈ കുറച്ച് എണ്ണ നമ്മൾ തടവിയല്ലോ, അത് തടവിയതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഇതേപോലെ ബോളാക്കി ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടം ചെറുത് വേണം. ഞാൻ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പമുള്ള ഒരു ബോളാണ് എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെയുള്ള ബോളുകൾ ആക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പൊറോട്ടയാണല്ലോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതേപോലെ പാം ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ പാം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് തന്നെ ആ ബോൾ അവിടെ വെച്ചിട്ട് അത് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉരുട്ടുന്ന പലകയിലുള്ള ആ റോളറുണ്ടല്ലോ, അതെടുത്ത് വെച്ച് നല്ലതുപോലെ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇത് നമുക്ക് വീശി അടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. വീശി അടിക്കാൻ അറിയുന്നവരാണെങ്കിലും ഇത് വീശി അടിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത് ചോറാണ്. അതുകൊണ്ടാണ് വീശി അടിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇതേപോലെ നൈസായിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മാത്രം മതി. പരത്തിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നടുക്കൂടൊന്നുമല്ല കീറുന്നത്, നമ്മളിത് അറഞ്ചും പുറഞ്ഞും കീറാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നിൽക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഇതൊരു പിച്ചാത്തി എടുക്കുക. പിച്ചാത്തി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നിൽക്കുമ്പോൾ കാണാം ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ കീറി കൊടുക്കുക. അപ്പോൾ അത് നല്ലതുപോലെ നമുക്ക് ആ പൊറോട്ടയുടെ ആ ഒരു നമ്മൾ നൂൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ, ഇതിപ്പോൾ അങ്ങനൊന്നും ആയി കിട്ടത്തില്ല. പക്ഷേ പൊറോട്ടയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ആയി കിട്ടും. എന്നിട്ട് 2 സൈഡും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ കാണിക്കുന്ന പോലെ ആക്കിയെടുക്കുക. ആക്കിയെടുത്തതിന് അപ്പുറത്തും കൂടെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ പൊറോട്ടയ്ക്ക് ചുറ്റുന്നത് പോലെ ചുറ്റി ആ ഒരു ബോളാക്കി എടുക്കണം. ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ കയ്യിലെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റി വന്നിട്ട് ബാക്കി വരുന്ന ആ അടിയിൽ ആ കുഴിയിലോട്ട് കയറ്റി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറക്റ്റ് ബെറോട്ടയ്ക്ക് കുഴച്ച് വെച്ചേക്കുന്ന കണക്കില്ലേ എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് പാം ഓയിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നും എടുക്കുക. ഓരോന്നും എടുത്തതിന് ശേഷം ഇതേപോലെ ആദ്യം കൈകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് പാം ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ തടവി കുറച്ചൊന്ന് തടവി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതേപോലെ റോളർ എടുത്തിട്ട് ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ബെറോട്ടയുടെ കല്ലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ 2 പാനിനകത്താണ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാൻ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിലെന്ന് പറയുന്നത് ഞാൻ പാം ഓയിലാണ് കേട്ടോ. നമുക്ക് ബെറോട്ടയ്ക്ക് കൂടുതൽ പാം ഓയിൽ, ഡാൽഡ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പാം ഓയിൽ എടുത്തേക്കുന്നത്. അപ്പോൾ പാം ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ എണ്ണ ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എണ്ണ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അല്പം എണ്ണ മാത്രം ചേർച്ചാൽ മതി. ഇത് പാം ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഓരോന്നും വെച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇത് തിരിച്ചിടുമ്പോഴത്തേക്ക് അടിഭാഗം ചെറിയൊരു കളറായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നല്ലതുപോലെ
മുകൾ ഭാഗം നമ്മളിപ്പം നേരെ ഇട്ടേക്കുന്ന ഭാഗത്ത് പൊങ്ങി വരുന്ന സമയത്ത് ഞാനിപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തില്ലേ, ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം തിരിച്ചിടാനായിട്ട്. ഇതിപ്പോൾ ഈ ഒരു ഭാഗം ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുള്ളതേ ഉള്ളൂ എന്ന് വെച്ചത് വേവാതിരുന്നിട്ടൊന്നുമില്ല. പക്ഷേ മറ്റേ സൈഡിൽ ഇത് കണ്ടോ, മറ്റേ പാനിൽ വെച്ചേക്കുന്നത് നല്ല കറക്റ്റായിട്ടായിട്ടുണ്ട്. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിട്ടിട്ട് ആണ് ഇപ്പോൾ നമ്മൾ ആ തിരിച്ചിട്ട ഭാഗം കറക്റ്റായിട്ടായില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ആവണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലൊക്കെ കാണുന്നതാണ്. പെറോട്ട ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെറോട്ട ആവത്തില്ല, അതിൻ്റെ അടിയാണ് അല്ലേ, ആ ചൂടോട് കൂടിയുള്ള അടിയിലാണ് അത് സംഭവം കറക്റ്റ് പെറോട്ടയാവുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ചൂടോട് കൂടിയല്ല, ലാസ്റ്റിലത്തെ ബാക്കിയുള്ളതെല്ലാം ഇച്ചിരി ചൂട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് അടിക്കാൻ സമയത്ത് 2 കൈയിലും എണ്ണ തടവിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ അടിച്ചെടുക്കുക. അതിന് ഞാൻ എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് കാണും മനസ്സിലാവും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ബറോട്ട നമുക്കിപ്പോൾ കിട്ടും. നമുക്ക് ബാക്കി വന്ന ചോറും കുറച്ച് മൈദയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കി എടുത്തൂടെ. ഇത് ഗോതമ്പ് മാവിലും ട്രൈ ചെയ്യാം കേട്ടോ, നല്ലതായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, മൈദയായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇവള് കൊള്ളാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.